എളുപ്പത്തിൽ ധനികരാവാനുള്ള എളുപ്പ വഴികൾ അന്വേഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹം ഒരുപക്ഷെ മലയാളി സമൂഹമായിരിക്കും. പണിയെടുക്കാതെ എങ്ങനെ സുഖമായി ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം മലയാളികൾ. അതുമാത്രമല്ല, പ്രപഞ്ചത്തിലെ മുഴുവൻ സമ്പത്തിൻ്റെ താക്കോലും കൊടുത്താലും ഇനിയും വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന അസംതൃപ്തരായ ഒരു വിഭാഗമായി മലയാളി മാറുകയാണ്. നമുക്ക് ഇവിടെ എല്ലാം വിൽക്കാനുള്ളതാണ്, എല്ലാം പണം വാരി കൂട്ടാനുള്ളതാണ്. അങ്ങനെയായിരിക്കുന്നു നമ്മുടെ ചിന്തകൾ. മണ്ണും പെണ്ണും പൊന്നും കുന്നും മലയും പുഴയും എല്ലാം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ്. അങ്ങനെ ധനസമ്പാദനത്തിനുള്ള എളുപ്പവഴികൾ ആലോചിച്ച് നടക്കുന്ന മലയാളിയുടെ മുന്നിൽ ഒരുപക്ഷെ വീണ് കിട്ടിയ ചില അവസരങ്ങളായിരിക്കാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, മണി ചെയിൻ തുടങ്ങിയ ഏർപ്പാടുകൾ. അത്തരം സമ്പ്രദായങ്ങളെ, രീതികളെയും ഒരുപാട് മലയാളികൾ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക അധ്യായമാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറി. ഇന്ന് വിജയകഥ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ശ്രീ എം ഷംസുദ്ദീനാണ്. അദ്ദേഹം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഇന്ത്യയിലെ തന്നെ കൂട്ടായ്മയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ശ്രീ എം ഷംസുദ്ദീൻ. നമസ്കാരം സർ. നമസ്കാരം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, മണി ചെയിൻ, ഈ 3 സംഭവങ്ങളാണ് ഇപ്പോൾ വിവാദ വിഷയമായി നിൽക്കുന്നത്. ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരിക. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. നമുക്കതിനെ അറിയാം. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ പ്രധാനമായി 3 ഘടകങ്ങളുണ്ടാവും: മിഡിൽമെൻ, അഡ്വർടൈസ്മെൻറ്റ്, ഷോപ്പും ഇൻഫ്രാസ്ട്രക്ചറും. അതെ. ഇത് 3നും ഉണ്ടാകുന്ന ചെലവുകൾ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ കൂടെ കൂട്ടിയാണ് ഉൽപ്പന്നങ്ങൾക്ക് വില ഫിക്സ് ചെയ്യുന്നത്. അതെ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെ അത്ര പഴക്കമില്ലെങ്കിൽ ശരി 60 വർഷത്തോളം പഴക്കമുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ട്രഡീഷണൽ മാർക്കറ്റിലെ മിഡിൽമെൻ ഇവിടെ കൺസ്യൂമറാണ്. കൺസ്യൂമർ തന്നെ ബിസിനസ്സുകാരനാകുന്നു. അഡ്വർടൈസ്മെൻറ്റ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് തന്നെ അറിയാം. ട്രഡീഷണൽ സിസ്റ്റത്തിൽ വിഷ്വൽ മീഡിയാസ് അത്ര എഫക്റ്റീവായിട്ട് അവർ കൊടുക്കുന്നു, ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ കൺസ്യൂമറെ തൻ്റെ അഭിപ്രായം വായ്മൊഴിയാൽ ജനങ്ങളെ മറ്റ് പുതിയ കൺസ്യൂമേഴ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ചിലവഴിക്കുന്ന തുകയുടെ ഏതാണ്ട് 50-60% പരസ്യത്തിന് പോകുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് സാധാരണ 30% വരുള്ളൂ. 60% മിഡിൽമെനും അഡ്വർടൈസ്മെൻറ്റിനും ഷോപ്പിനും ഇൻഫ്രാസ്ട്രക്ചറിനും കൂടെ പോകും. അതിൻ്റെ കൂടെ ടാക്സ് കൂടെ ചേരുമ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെ അത്രയും പഴക്കമില്ലെങ്കിലും 60 വർഷത്തോളം പഴക്കമുള്ള ലോകത്ത് അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതിയാണ്, ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. ട്രഡീഷണൽ മാർക്കറ്റിൽ മിഡിൽമാൻ, ഇവിടെ കൺസ്യൂമർ. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിലവിലുള്ള അഡ്വർടൈസ്മെൻറ്റ് സിസ്റ്റം, ഇവിടെ കൺസ്യൂമറുടെ വായ്മൊഴിയാലാണ് അഡ്വർടൈസ്മെൻറ്റ് സിസ്റ്റം. ട്രഡീഷണൽ മാർക്കറ്റിലെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റും ഭയങ്കരമായ ചിലവ് കൂടുതലാണ്. ഇവിടെ അത് കുറച്ചിട്ട് ഇതിന് 3നും ഉണ്ടാകുന്ന പൈസ എടുത്ത് ഈ കൺസ്യൂമേഴ്സ് തന്നെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ കൺസ്യൂമേഴ്സ് തന്നെ മിഡിൽമെനും അതുപോലെ ബിസിനസ്സുകാരനും ആകുന്നു. എന്നാണ് ഈ മണി ചെയിൻ എന്ന് ചോദിച്ചാൽ, മണി ചെയിൻ 1978 മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് അനുസരിച്ച് നിരോധിച്ചതാണ്. അത് ഇപ്പോൾ ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ ആ നിയമം ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് അമെൻഡ് ചെയ്യേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാതെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും മണി ചെയിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
1982-ലും 87-ലും തുടങ്ങി പല സുപ്രീം കോടതി വിധികളിൽ ഇത് രണ്ടും രണ്ടാണെന്ന് സുപ്രീം കോടതിയിൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോഴും നിൽക്കുന്നു. ഇത്തരം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില മരുന്നുകൾ, പലപ്പോഴും നമുക്കൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മരുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് വിശ്വസിച്ച് കഴിക്കും? ഇത്തരം കമ്പനികൾ ചില മരുന്നുകൾ ആളുകളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയുണ്ട്. ഒരു കാരണവശാലും മരുന്ന് എന്ന വേർഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഏതാണ് ഇവിടെ മാർക്കറ്റിംഗ് പറഞ്ഞാൽ ന്യൂട്രീഷ്യസ് പ്രോഡക്റ്റ് ഓർ സപ്ലിമെൻറ്റ് ഫുഡ്. അപ്പോൾ മരുന്നിന് പകരം ഇപ്പം മരുന്നും ഫുഡും ഇല്ല, ഏതാണ് നല്ലത്? നല്ല ഭക്ഷണമാണെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ല. ഭക്ഷണത്തിലെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി മരുന്ന്. അപ്പോൾ നല്ല ഭക്ഷണം അതിനു വേണ്ടിയാണ് ന്യൂട്രീഷ്യസ് പ്രോഡക്റ്റും സപ്ലിമെൻ്റ് ഫുഡുകളും പല കമ്പനികളും മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ അത്തരം പ്രോഡക്റ്റുകളുടെ ജെനുവിനെസ് എങ്ങനെ തിരിച്ചറിയും? അത് ന്യൂട്രീഷ്യസ് പ്രോഡക്റ്റും സപ്ലിമെൻ്റ് ഫുഡും അതിന് ഇന്ത്യയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം അത്ര പോരാ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി അതിനെല്ലാം തന്നെ പുതിയ നിയമം വരുന്നതോടുകൂടി ഒരു കൺട്രോളിങ് വരുന്നതോടുകൂടി അതിനെല്ലാം അതോറിറ്റി വരും. ഇപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ മേഖലയായാലും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ മേഖലയായാലും ഇതിലേത് മേഖലയായാലും രണ്ടിലും കാണുന്ന ഒരു പ്രവണതയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ RMB തന്നെ എടുക്കാം. RMBയിൽ ഒരാൾ ചേരുന്നു, അപ്പോൾ അയാൾക്കൊരു ജോലി കിട്ടുകയാണ്. ഒരു ജോലി ഇല്ലാത്ത ചെറുപ്പക്കാരാണ് ചേരുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരി. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഏതെങ്കിലും ബന്ധുവിൻ്റെ അടുത്ത് പോയി ഇത് നിർബന്ധിച്ച് എനിക്കൊരു ജോലി കിട്ടുന്ന കാര്യമാണ്, ഇത് ഇത്ര രൂപ വന്ന് എടുക്കണം, നിങ്ങൾക്ക് ഇത്ര ലാഭം കിട്ടും എന്ന് പറഞ്ഞൊരു ബന്ധുവിനെ കെട്ടിയേൽപ്പിക്കുകയാണ് ചിലപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ കെട്ടിയേൽപ്പിക്കുമ്പോൾ ഇത് ഒരു ആവശ്യവുമില്ലാത്ത ഒരു സാധനം അയാൾ എടുക്കേണ്ടി വരുന്നു. എടുക്കുകയും ചെയ്യും പലരും, നമ്മളെ സഹായിച്ചേക്കാം എന്ന് വിചാരിച്ച്. ഇങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഒന്നത്. മറ്റൊന്ന്, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഭാര്യയുടെ പേരിൽ ഇതൊക്കെ എടുത്തിട്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇത് ആളുകളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയുമുണ്ട്. പൊതുവേ ഉള്ളത് ഈ ബിസിനസ്സിൽ കടന്നു വന്നിട്ട് വിജയിക്കും, വെറുതെ അങ്ങ് നിന്ന് വിജയിക്കുമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കബിളല്ല. നല്ല പരിശീലനം ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ പരിശീലന ക്ലാസ്സുകളിലൊക്കെ തന്നെ വ്യക്തമായി പറയുന്നു, ആരെയും കമ്പൽ ചെയ്തോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ആരെയും ജോയിൻ ചെയ്യിപ്പിക്കുകയോ പ്രോഡക്റ്റ് കൊടുക്കുകയോ ചെയ്യരുത്. വ്യക്തമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യണം. ഈ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എന്താണ്, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പ്രോഡക്റ്റിൻ്റെ ഉപയോഗവും പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെയാണ് ക്ലാസ് കൊടുക്കുന്നത്. പക്ഷേ ചില കേസുകൾ അതൊക്കെ ട്രെയിനിങ്ങിലൊന്നും പങ്കെടുക്കാത്ത ആൾക്കാർ, പക്ഷെ അങ്ങനെ വരുന്നവർ വിജയിക്കുകയില്ല. അവസാനം പൊതുവെ എൻ്റെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് വിജയിച്ചിട്ടില്ല. ഇല്ല. പിന്നെ വിജയിക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നും അല്ല. അത് ഏത് മേഖലയായിരുന്നാലും ശരി, മൾട്ടി ലെവലിംഗ് മാർക്കറ്റിംഗ് ആയാലും ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിരുന്നാലും ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നാലും ജോലി ആയിരുന്നാലും അതിന് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ജോലിയുണ്ട്, എങ്കിലേ വിജയിക്കാനൊക്കെ. ഇപ്പോൾ സാർ പറഞ്ഞു, ഇപ്പോൾ സർക്കാർ ജീവനക്കാരും പോലീസുകാരും ഒക്കെ അതൊക്കെ സാധാരണ സംഭവിക്കുന്നു. അതിനൊന്നും തന്നെ കമ്പനിക്കാർക്ക് ഞങ്ങൾ ചെയ്യാൻ കഴിയും. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് ഒരുപാട് ചെറുപ്പക്കാർ, എത്ര ലക്ഷം ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും കേരളത്തിൽ? ഞാൻ പ്രതിദാനം ചെയ്യുന്ന കമ്പനിയിൽ 3 ലക്ഷത്തോളം വരുന്ന ആക്റ്റീവ് ആൾക്കാരുണ്ട്. RMBയിൽ മാത്രമുണ്ട്. മൊത്തത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു സർവേ റിപ്പോർട്ട് വന്നത് 10 ലക്ഷത്തിന് പുറത്ത് ഫാമിലിക്കാർ ഈ മേഖലയിൽ വിവിധ കമ്പനികളിലൂടെ ജോലി ചെയ്യുന്നുണ്ട്. 10 ലക്ഷത്തിന് പുറത്ത്. ഇപ്പോൾ തന്നെ ഈ കേരള ഗവൺമെൻറ് തന്നെ ഇത്രയും ലക്ഷം ആൾക്കാർ പണിയെടുക്കുന്നൊരു മേഖല എന്ന് കണ്ടിട്ടാണ് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ തീരുമാനമെടുത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അതിലെനിക്ക് ചോദിക്കാനുള്ളത്, ഇത് രാജ്യത്തിന് എന്താണ് നൽകാൻ പോകുന്നത്? ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗം കൂടുതൽ ശക്തമാകുന്നത് വഴി എന്ത് നേട്ടമാണ് രാജ്യത്തിനും സമൂഹത്തിനും ജനങ്ങൾക്കുമുള്ളത്? പറയട്ടെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈ രാജ്യത്ത് ശക്തമായി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായ തൊഴിലില്ലായ്മ പ്രശ്നം നല്ലൊരു ഭാഗം വരെ അത് പരിഹരിക്കാൻ നോക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെന്ന് ചോദിച്ചാൽ, ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് സമയം വേണം,
ക്യാപിറ്റൽ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, എക്സ്പീരിയൻസ് വേണം. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിൽ കടന്നു വരുന്ന ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റ് മേടിച്ച് അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തൻ്റെ സുഹൃത്തുക്കൾക്കോ മറ്റോ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അത് പ്രോഡക്റ്റ് വിൽക്കുന്നു. അങ്ങനെ വിൽക്കുമ്പോൾ ആ ടേൺ ഓവർ ഇവൻ്റെ ടേൺ ഓവറായി വരും. ഡയറക്റ്റ് സെയിൽസിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഡക്റ്റ് നേരിട്ട് വിൽക്കുന്നു. മൾട്ടി ലെവലാകുമ്പോൾ അത് മൾട്ടി സ്റ്റെപ്പുകൾ മാറി തട്ടുകൾ മാറി വയ്ക്കുന്നു. ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് വെച്ചൊന്ന് ചിന്തിച്ചു പോകും, എളുപ്പത്തിൽ ധനികനാവാനുള്ള എളുപ്പവഴിയാണല്ലോ. ഇല്ല, ഒരിക്കലും എളുപ്പത്തിൽ ധനികനാകാമെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ഒരിക്കലും ഒക്കത്തില്ല. ഇപ്പോൾ അതിൽ മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത്, അതായത് 1940 തുടക്കത്തിൽ അമേരിക്കയിൽ തുടങ്ങിയെന്നും 50കളും 60, 70, 80കളിൽ അമേരിക്കയിൽ നിന്നെന്നും 90 തുടക്കത്തിൽ മറ്റ് ഇൻ്റർനെറ്റ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലുമായെന്നും ഒക്കെയാണ് ആ പുസ്തകങ്ങൾ തന്നെ വ്യക്തമായി പറയുന്നത്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാൽ തന്നെ ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി, ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. അവിടെയാണ് ഈ പൈസ കൂടുതൽ എടുപ്പ്, അങ്ങനെയല്ലേ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ അമിതമായി പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ വ്യവസായിക അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെ ചോദ്യമുണ്ട്, ആരാണ് ഈ വ്യവസായി? വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി, ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ ഒരു വ്യവസായിയായി ഇത് ചെയ്യണം. അപ്പോൾ എന്താ ഈ വ്യവസായം എന്ന് പറഞ്ഞാൽ, ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആൾക്കാരെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ 3 തിരിക്കുമെന്ന് പറയും. ഒന്ന്, ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ. ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ജോലി ചെയ്താൽ ആ ആൾ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. 8 മണിക്കൂറോ 10 മണിക്കൂറോ വർക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് 10 മണിക്കൂറിൻ്റെ ടേൺ ഓവർ, 10 മണിക്കൂറിൻ്റെ റിസൾട്ട്, ശമ്പളമായിരുന്നാലും പ്രോഫിറ്റ് ആയിരുന്നാലും ചെറുതേ കിട്ടും. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന എല്ലാ ആൾക്കാരും എന്താ സംഭവിക്കുക, അവരുടെ വരുമാനം ചെറുതായിരിക്കും. ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒറ്റയ്ക്കാണ് പണിയെടുക്കുന്നത്, ആരുടെയെങ്കിലും കീഴിൽ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അതേ സമയത്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലം, ഒരു 100 പേര് പണിയെടുക്കുന്നു ഒരു ബിസിനസ്സുകാരൻ്റെ കീഴിൽ. അപ്പോൾ ഈ ബിസിനസ്സുകാരൻ്റെ വർക്കെന്ന് പറയുന്നത് 100ഉം തൻ്റെയും കൂടെ ചേർത്ത് 101 പേര്. അപ്പോൾ 101 പേര് 10 മണിക്കൂർ വീതം പണിയെടുക്കുകയാണെങ്കിൽ 1010 മണിക്കൂറായി അദ്ദേഹത്തിൻ്റെ വർക്ക്. സ്വാഭാവികമായിട്ടും എന്ത് വരും, 1010 മണിക്കൂറിൻ്റെ ടേൺ ഓവർ അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ വലിയ ടേൺ ഓവർ വരും, വലിയ പ്രോഫിറ്റ് വരും. അതുകൊണ്ടാണ് ബിസിനസ് പീപ്പിളിൻ്റെ കയ്യിൽ വെൻ കമ്പയറിങ് ദിസ് എംപ്ലോയീസ് പീപ്പിൾ കൂടുതൽ പ്രോഫിറ്റ് വരും. എന്താ കാര്യം അവിടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ടെ, അവിടെ ആൾക്കാർ കൂടുതൽ പണിയെടുക്കുകയാണ്. ഇനി ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ വ്യവസായികൾ, ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ആരുടെ കീഴിലാണോ പണിയെടുക്കുന്നത് അവരെയാണ് വ്യവസായികളെന്ന് പറയുന്നത്. അപ്പോൾ 1000 പേരാണ്, ഇപ്പോൾ ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെങ്കിൽ 1000 പേര് എൻ്റെ കീഴിൽ പണിയെടുത്താൽ 1000 പേര് 10 മണിക്കൂർ പണിയെടുക്കുമ്പോൾ 1000 × 10 10,000 മണിക്കൂർ ഞാനും കൂടെ പണിയെടുക്കുമ്പോൾ 10,010 മണിക്കൂർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് സംഭവിക്കും, വലിയ ടേൺ ഓവർ ഉണ്ടാവും, ഹ്യൂജ് ടേൺ ഓവർ വരും. ഹ്യൂജ് ടേൺ ഓവർ വരുന്നത് കൊണ്ടാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈസ് ആൾസോ ആൻ ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ച് പണിയെടുപ്പിക്കാൻ ആർക്ക് കഴിയുന്നുവോ, ഞാനിവിടെ പറഞ്ഞതുപോലെ അവർക്ക് ടേൺ ഓവർ കൂടും, അപ്പോൾ വലിയ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ എല്ലാവരും കൊണ്ടും കഴിയുമോ? ട്രഡീഷണൽ ബിസിനസ്സിലായിരുന്നാലും ശരി, ലക്ഷക്കണക്കിന് ആൾക്കാരിൽ 1-2 പേരാണ് വ്യവസായികളാകുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങി, വളരെ നെഗറ്റീവായി പറഞ്ഞാണ് തുടങ്ങിയത്. എളുപ്പത്തിൽ ധനികരാവാൻ നടക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു, അവർ ചെയ്യുന്ന എല്ലാ പ്രക്രിയയും അതിനുള്ളതാണ് എന്നും പറഞ്ഞു. ഇപ്പോൾ അതിനുവേണ്ടി നടക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലുള്ള ഏർപ്പാടുകളാണെന്നും പറഞ്ഞു തുടങ്ങിയ എന്നെ ഇപ്പോൾ പറഞ്ഞ് വാചകമടിച്ചിരുത്തി അങ്ങ് സ്ഥാപിച്ചു. അങ്ങനെയല്ല, എളുപ്പത്തിൽ ധനികരാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ഈ ആളുകളെ വാചകമടിച്ചു വീഴ്ത്തുന്ന ഈ ടെക്നിക്ക് ഇത് എങ്ങനെ സ്വായത്തമാക്കി? മാർക്കറ്റിങ്ങിലും ടീച്ചിങ്ങിലും ട്രെയിനിങ്ങിലും ഒക്കെ നന്നായി സംസാരിക്കാൻ കഴിവ് വേണം. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത ഒരാളിന് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണമെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിങ് കൊടുക്കും.
ആൾക്കാർ സംസാരിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരെ എണീറ്റ് നിർത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് അവനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുന്നവൻ മാത്രമേ ഡെവലപ്പ് ചെയ്ത് കയറി വരൂ. അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് മീറ്റിങ്ങിനോ ട്രെയിനിങ്ങിനോ വരാതെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇല്ല, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നില്ല, പോസിറ്റീവ് തിങ്കിങ് ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഫെയിലറായി പോകും.